വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ കഴിഞ്ഞ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരുമായി PM ശ്രീ ഒപ്പുവെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതിപ്പോൾ ആര് നിഷേധിച്ചാലും ആ വസ്തുത ഇല്ലാതാവുന്നില്ല. പിന്നീട് അവരുടെ മുന്നണിയിലും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിലും വലിയ വിമർശനങ്ങളും എതിർപ്പുകളും വന്നപ്പോൾ തൽക്കാലം മരവിപ്പിച്ചു. കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞ് ഒരു നോട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞങ്ങളെന്താ പറഞ്ഞത്? ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനുശേഷം 93 കോടി രൂപ ഈ വിഷയത്തിൽ റിലീസായിട്ടുണ്ട്. അതും ഫാക്റ്റാണ്. നമ്മുടെ കാലത്തല്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ഞങ്ങൾ വന്നിട്ട് 20 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തതാണ്. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയാണ്. അതിൽ PM ശ്രീയോടുള്ള ഞങ്ങളുടെ നിലപാടിനൊന്നും ഒരു മാറ്റവുമില്ല. PM ശ്രീയോടുള്ള നിലപാടും നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ആഘാതമുണ്ടാക്കുന്ന വിധം കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം സംഗതികൾക്ക് കണ്ടീഷൻ വെക്കുന്നതിനോടും ഞങ്ങൾക്ക് വളരെ ശക്തമായ വിയോജിപ്പാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. PM ശ്രീയോട് അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റുകളൊരു തുടർച്ചയാണ്. അപ്പോൾ രണ്ട് വാദമുണ്ട്. MOയിൽ ഒപ്പിട്ടാൽ ഒരു കക്ഷിക്ക് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല. നിങ്ങൾ അന്ന് എതിർപ്പ് വന്നപ്പോൾ പൂർണ്ണമായിട്ട് പിന്മാറിയിട്ടില്ല. എന്താ പറഞ്ഞത്? കെപ്റ്റ് ഇൻ അബയൻസ്. അത് തൽക്കാലം ഒന്ന് നിർത്തിവെക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. മാസങ്ങൾക്ക് മുമ്പ് കേരള സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒപ്പുവെച്ച ഒരു കരാറാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, തർക്കമൊന്നുമില്ല. അതിനനുസൃതമായി ഇതിൽ എങ്ങനെയാണ് ഇനി അടുത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കണം. ഞങ്ങളെ നയിക്കുന്ന UDFൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് ചർച്ച നടത്തണം. വളരെ അടിയന്തരമായ ഒരു എമർജൻസി ആ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ 20 ദിവസമായിട്ടുള്ളൂ. സ്കൂൾ തുറന്നു, വളരെ നല്ല രീതിയിൽ എല്ലായിടത്തും പ്രവേശനോത്സവങ്ങൾ നടത്തി, ഫിറ്റ്നസിൻ്റെ പ്രശ്നങ്ങൾ തീർത്തു. അങ്ങനെ ഒരു അടിയന്തര സ്വഭാവം ഈ കാര്യത്തിലില്ല. ചെയ്യും അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇവിടെ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങളിതാ PM ശ്രീ ഒപ്പിടാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. ഇതിൽ റെയിലിൻ്റെ കാര്യത്തിൽ എന്താ? റെയിലിൻ്റെ കാര്യത്തിൽ കേന്ദ്രമായിട്ട് കരാർ ഒപ്പിട്ടില്ല. കേന്ദ്രം അനുവദിക്കാത്ത പ്രശ്നമായിരുന്നു. ഇവിടെ അതല്ല. ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അതൊരു ഫാക്റ്റാണ്. അതിനനുസരിച്ച് പണവും വാങ്ങി. പണത്തിന് നിബന്ധന വെക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാരണം നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണ്. വിദ്യാഭ്യാസം കൺകറൻ്റ് ലിസ്റ്റിലുള്ളതാണ്. സ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന ഈ സംഗതിക്ക് കേന്ദ്രം നിബന്ധന വെക്കുന്നത് ശരിയല്ല. അത് സ്റ്റേറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. അതിലൊന്നും ഞങ്ങൾക്ക് അണുവിട വ്യതിചലനമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട സാഹചര്യത്തിൽ ഇനി അതിൽ നിന്നുള്ള മാറ്റത്തെ സംബന്ധിച്ച് എന്ത് വേണമെന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം. ഗവൺമെൻറ് തീരുമാനിക്കണമെങ്കിൽ UDF ചർച്ച ചെയ്യണം. അതൊക്കെ ഒരു ഹൈപ്പോത്തിക്കേഷൻ ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലക്ക് ഞാൻ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. ഇത് UDFൻ്റെ രാഷ്ട്രീയമായ തീരുമാനം കൂടി ഇതിനാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സാവകാശം ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങളെ എവിടെയെങ്കിലും പോയിട്ട് പിന്മാറാതിരിക്കാൻ ഞങ്ങളൊരു പുതിയ കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണുള്ളത്. അതെങ്ങനെ അവർക്ക് തള്ളിപ്പറയാൻ സാധിക്കുക? PM ശ്രീ ഒപ്പിട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട്, പഴയ കാലമല്ലല്ലോ, PM ശ്രീ ഒപ്പിട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും അന്ന്
ഭരണത്തിന് നേതൃത്വം കൊടുത്തവരും അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടികളും അവരുടെ പോഷക ഘടകങ്ങളൊക്കെ ന്യായീകരിച്ച് സംസാരിച്ച ക്ലിപ്പുകളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ പുതുതായി ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇടതുപക്ഷം ഉണ്ടാക്കി വെച്ച ഈ വിഷയം എങ്ങനെ പരിഹരിക്കും എന്നതാണ് ഇനി വരാൻ പോകുന്നത്. അത് ഞങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയം അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നവുമില്ല. അല്ല, അതിൽ ഞാനത് പറഞ്ഞത് എപ്പോഴാണ്, ഒരു സ്കൂളിൽ ചെന്ന് കുട്ടികളുമായി സംസാരിക്കുമ്പോൾ കുട്ടികളെ ഭാഗത്തൊരു നിർദ്ദേശം വന്നു, ഞങ്ങൾക്കൊരു ദിവസം കളർ ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യം വേണം. എനിക്ക് പ്രത്യക്ഷത്തിൽ അത് കേട്ടപ്പോൾ അത് അവരുടെ ഒരു ആഗ്രഹമല്ലേ, നടന്നോട്ടെ എന്ന് കരുതി. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല ഭാഗത്തുനിന്നും അതിൻ്റെ ഒരു മറുവശം കൂടി ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് യൂണിഫോം വന്നത്, പിന്നെ അതിന് ഒരു ദിവസം ഇളവ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതൊക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ഏത് പരിഷ്കാരവും അക്കാദമിക സമൂഹവുമായി ചർച്ച ചെയ്തിട്ട് അതിൽ പിന്നെ അക്കാഡമിഷ്യൻസ് ഉണ്ടാകും, അധ്യാപകരുണ്ടാകും, വിദ്യാർത്ഥികളുണ്ടാകും, ഞങ്ങൾ നടപ്പാക്കുള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായ ഒരു മാറ്റവും എവിടെയും അടിച്ചേൽപ്പിക്കില്ല. അപ്പോൾ ഇതൊരു തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്നതിന് മുമ്പ് ആവശ്യമായ ചർച്ചകൾ ആ കാര്യത്തിൽ നടത്തും.